ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വ്ലോഗ് കാണാമല്ലേ. ഇതൊരു തട്ടിക്കൊട്ട് വ്ലോഗാണ് ഗൈസ്. കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തായിരുന്നു. പകുതി മുക്കാലിലുണ്ടല്ലോ, താഴത്തേക്കേ ഉള്ളൂ, തലയില്ല ഗൈസ്. അതൊക്കെ പോട്ടെ. എന്നിട്ടുള്ളത് വെച്ച് ഞാൻ ഓണം പോലെ എന്ന രീതിയിൽ ഞാൻ ഷോപ്പിങ്ങിന് പോവുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2-3 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്കും പിന്നെ ചാച്ചനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ കൂടെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ അതിന് പോയിട്ടോ. അപ്പം എന്തോ മിഷനൊക്കെ നന്നാക്കാൻ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് നല്ല ഹീറോ ആയിട്ട് വരുന്ന വിരുത്താണ് കേട്ടോ ഇത് ചേട്ടൻ്റെ. അടുത്ത വരുന്നുണ്ട് ഒരു ഹീറോയിൻ. അത് വഴിയെ നടന്ന് പതിയെ വണ്ടി തട്ടല്ലേ എന്ന രീതി വരുന്നുണ്ട്. അതാണ്ട് വരുന്നു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു വന്നാൽ പിന്നെ കൊച്ചിനെ ഒന്ന് ഹോമിയോ കാണിക്കാമെന്ന് വെച്ചു. കാരണം അവൾക്ക് കുറച്ച് കുറുകലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സെൻറ്റ് ജോസഫിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോമിയോയിലോട്ടോ കാണിക്കണേ. അപ്പോൾ അവിടെ പോയി അവിടെ കാണിച്ച് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞത്. പോയി വന്നു അങ്ങനെ കേട്ടോ. അപ്പോൾ അവർ വിചാരിച്ചു ഞാൻ ഫോട്ടോ എടുക്കാമെന്ന്. പോസ്റ്റ് ചെയ്ത് നിൽക്കുക, പക്ഷെ അത് വീഡിയോ ആയിരുന്നു എന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെ ഷോപ്പിങ്ങിനായിട്ട്, അതായത് നമ്മൾ മെയിനായിട്ട് വന്നത് എന്തിനാണോ അതിനു വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഞങ്ങൾ വണ്ടി ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, പണ്ട് ഈ പള്ളി എങ്ങനെ കിടന്നതാ, ഇപ്പം നോക്കി എന്ത് വൃത്തിയാണ്, നല്ലൊരു ഐശ്വര്യമായിട്ട് മാറിയിട്ടുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം ഞാനും പറഞ്ഞു ശരിയാ, ഞാനിങ്ങനെ മാനന്തവാടിയിലൊന്നും അധികം വരലില്ല. ഇപ്പോൾ കൊച്ചും കൂടി ഉണ്ടായ സ്ഥിതിക്ക് തീരെയും വരലില്ല, വീട്ടിൽ തന്നെ കുത്തിയിരിപ്പം. അപ്പം ഞാനിങ്ങനെ ടൗണിങ്ങനെ മാറിയതും ഇവിടെ മാറ്റം വന്നല്ലോ, എന്തൊരു വെയിൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുക. വേറെ ആരും ഒരു അക്ഷരം മിണ്ടുന്നില്ലേ. പിന്നെ എല്ലാം ഇങ്ങനെ നോക്കിയിരിപ്പാണ്. പിന്നെ പെണ്ണാണെങ്കിൽ ബഹുരസം, അവളും കാഴ്ച കാണില്ല, ഞാനും അവളും ഒരു കെട്ടിപ്പോവും, കാഴ്ച കാണാൻ രണ്ടുപേരും. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടോ. അവിടെ എത്തിയിട്ടും വീഡിയോ എടുക്കാനുണ്ടോ ഗൈസ് അറിയണം. പിന്നെ തട്ടിക്കൂട്ട് എങ്ങനെയൊക്കെയോ എടുത്തു. ഞാൻ ഈ കയറുന്നതിൻ്റെ ഒക്കെ വീഡിയോ എടുത്തിരുന്നതാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, അതൊക്കെ പകുതിയേ ആയപ്പോഴുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന്. അങ്ങനെ ഇതാ ഫൈനലി ഡ്രസ്സ് എടുക്കാൻ കയറി. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്ക് ആ സാരി ഇഷ്ടമായി, ഈ സാരി ഇഷ്ടമായി, അമ്മയ്ക്ക് കാണുന്ന എല്ലാ സാരി ഇഷ്ടമായിട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ എത്തി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ, ഈ വെള്ള ഉടുപ്പ് കണ്ടപ്പോൾ അതെ കൊച്ചിൻ്റെ ബാപ്റ്റിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കി, ഈ ലൈറ്റിൻ്റെ ഇഷ്യൂ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ, എടുക്കാൻ അറിയില്ലാത്തവരുടെ ഒരു മിസ്റ്റേക്ക്. അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിലേക്ക് ഈ ഉടുപ്പ് വിട്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അവൾക്കത് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, അവളൊന്നും ഇല്ലാത്ത രീതിയിലാവും. അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ നോക്കിയിട്ടോ. ഇതിലൊരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ഡ്രസ്സാണ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്ന ഏതായിരിക്കും എന്ന് എന്തായാലും പറയാൻ മറക്കല്ലേ. പിന്നെ അവൾക്കുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്കായി, എനിക്കാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവസാനം എനിക്ക് ദേഷ്യം വന്നു. ഞങ്ങൾ ലാസ്റ്റ് കൽപ്പറ്റയ്ക്കൊക്കെ പോയാലെന്ന് ആലോചിച്ചു, പക്ഷെ സമയമില്ല ഞങ്ങൾക്ക്. ചേട്ടായി 2 ദിവസത്തെ ലീവിന് വന്നു. ഞങ്ങൾക്ക് വേറെ കുറേ പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല. ഉള്ളത് വെച്ച് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. അല്ലേലും അതങ്ങനെ ആണല്ലോ. പിന്നെ ഉള്ളത് വെച്ച് എടുത്തു. അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. പിന്നെ ഞാനിങ്ങനെ ഓരോ കളക്ഷൻസൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ ഈ മാനന്തവാടിയിൽ നല്ല കളക്ഷൻസ് ഉള്ള ഒരു കടയില്ല കേട്ടോ. അയ്യോ, അതിൽ മാത്രം നമ്മുടെ മാനന്തവാടി ഇപ്പോഴും പുരോഗമിച്ചിട്ടില്ല, ഇങ്ങനെ കിടക്കുക, ഒരു വൃത്തിയുള്ള ഒരു ഡ്രസ്സില്ല. പിന്നെ നിവൃത്തിയില്ലാത്തവർ മാത്രം വന്നെടുക്കുക ഇപ്പോൾ മാനന്തവാടിയിൽ നിന്ന് ഡ്രസ്സ്. അങ്ങനെ വന്നെടുത്തതാണ് കേട്ടോ ഞാനും. അപ്പോൾ ചേട്ടയിനോട് ഞാനിങ്ങനെ ചിരിക്കുക, ചേട്ടയിനെ മസിൽ പിടിച്ച് ചിരിക്കല, ഞാൻ യൂട്യൂബിലിടും എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ചിരിപ്പിച്ചെടുക്കുന്നുണ്ട് പാവത്തിൽ. പിന്നെ എനിക്ക് ഈ ധാവണി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് മാത്രം എനിക്ക് രസമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഇതെടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചേട്ടായി നീ എന്നെ ആധാരം പടയം വെപ്പിക്കോടി എന്നൊരു ചോദ്യം. പിന്നെ എടുക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ കളക്ഷൻസൊക്കെ നോക്കി. ഇതെന്താ പഞ്ചാബിലാണ് വന്ന് പെട്ടേന്നുള്ള അവസ്ഥയായിപ്പോയി കേട്ടോ. എന്താണെന്ന് അയ്യോ, ഇവിടുത്തെ ഒരു കളക്ഷൻ സെൻസും ഇല്ലാത്ത ആൾക്കാരായാലും ഇപ്പോൾ ഇതുപോലെ ഉണ്ട്. ഇവരൊക്കെ എന്തിന് കട നടത്തണേ എന്ന ചിന്തയാണ്. പിന്നെ നിവൃത്തിയില്ലാതെ എടുക്കുക, അത്ര തന്നെ. പിന്നെ ഞങ്ങൾ ഫാഷൻ വില്ലേജിലേക്ക് പോയിട്ടോ. ചേട്ടയ്ക്ക് ഷർട്ടൊന്നും അവിടെ ഒന്നും സെറ്റായില്ല. അങ്ങനെ ഫാഷൻ വില്ലേജിൽ ചെന്നപ്പം അവിടെയും ഇതേ ഗതി തന്നെ. പിന്നെ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ചേട്ടൻ കൊച്ചിനെ എടുത്തോണ്ട് ഈ നടപ്പാണ്. പിന്നെ അവിടെ എനിക്കൊരു സാരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേ അവിടെ നിങ്ങളിപ്പോൾ കണ്ടായിരുന്നു, ഒരു കറുത്ത ബ്ലൗസും അതിലൊരു ഓഫ് വൈറ്റ് പോലെ വരുന്ന ഒരു സാരി കേട്ടോ. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
പിന്നെ ഒരു ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞല്ലോ, പിന്നെ ആവശ്യമില്ലാത്ത ഡ്രസ്സ് എടുത്ത് കൂട്ടൽ നിർത്തി ഗൈസ്. കാരണം വേറൊന്നുമില്ല, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിപ്പോയി അതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു. അങ്ങനെ പതിയെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഒരു 6 മണിയൊക്കെ ആകാനായപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി. ഓ, അങ്ങനെ ക്ഷീണിതയായി.